നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തിയാണോ ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ളൊരു നൈറ്റ് തോട്ട്സ് എനർജിയാണ് നോക്കുന്നത് കേട്ടോ. അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ ഏത് എനർജിയിലൂടെയാണ്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കടന്നു പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ഈ റീഡിങ്സ് കാണാൻ അവരുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ, ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റഡ് ആകുന്ന ഇൻഫർമേഷൻസ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് തീർച്ചയായിട്ടും റീഡിങ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ റിലേഷൻ ഏത് റിലേഷൻ ആയിക്കോട്ടെ, ആ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ ആ ഒരു റിലേഷനിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഹൃദയം തൊട്ട് ആഗ്രഹിക്കുന്നത്, അത് കമൻറ്റിൽ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അഫർമേഷൻസ് രൂപത്തിൽ രേഖപ്പെടുത്തണം. അതായത് നിങ്ങളിപ്പം ഈ കറൻറ്റിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് അവർ വിളിക്കുന്നു, നിങ്ങളെ കാണുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് മെൻ്റലിയും ഫിസിക്കലി ഇമോഷണലി ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു വിഷ്വലൈസേഷൻ പോലെ തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. കൂട്ടത്തിൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ പറയുന്നതും മറക്കരുത് കേട്ടോ. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ മാത്രമാണ് മക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരികയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്ക്, മറ്റുള്ളവരെ നിസ്സാരവൽക്കരിച്ച് വാല്യൂ കൊടുക്കാതെ, എന്താ പറയുക, ഒരു രീതിയിലും റെസ്പെക്റ്റ് ചെയ്യാതെ, നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ റെസ്പെക്റ്റും കൊടുക്കാതെ എപ്പോഴൊക്കെ കടന്നു പോകുന്നു അപ്പോഴൊക്കെ നമ്മളുടെ പരാജയമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണമെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധമാണ് എന്ന് ഉറപ്പ് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യം, വെറുപ്പ്, അസൂയ, അതുപോലെ തന്നെ അവരുടെ വിജയത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോകുക. മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിജയങ്ങളെ നിങ്ങൾക്കും ആസ്വദിക്കാൻ എപ്പോൾ സാധിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മളുടെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾക്കടെ ലൈഫിൽ വന്ന് നമുക്ക് സ്നേഹവും നമുക്ക് കുറേ സമയവും തന്നിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ ആ ഒരു പേഴ്സണെ നമ്മൾ അനാവശ്യങ്ങൾ പറയുക, അവരെ ശപിക്കുക, അല്ലെങ്കിൽ അവരെ ആവശ്യമില്ലാത്ത രീതിയിൽ ഫോക്കസ് ചെയ്യുക, അവരെ അപവാദങ്ങൾ പറയുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒരു കമൻറ്റ് പോലും നിങ്ങൾ ഇടാൻ ശ്രമിക്കാതിരിക്കുക കേട്ടോ. ഇന്നലെ ഒരു ശ്രീജിത്ത് സൗമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമൻറ്റ് ഞാൻ കണ്ടതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ എത്രത്തോളം അധപ്പതിച്ചു പോകുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ലാതെ ഇരുട്ട് മാത്രം നിറയപ്പെടും. നെഗറ്റീവാകുന്ന പൈശാചികമാകുന്ന ശക്തികൾ നമ്മളെ പിടികൂടിയിരിക്കും. നമ്മളിലേക്ക് വരുന്ന ഓരോ ബന്ധങ്ങളും ഈ പൈശാചിക ശക്തിയെ കണക്റ്റ് ചെയ്തുള്ള തരത്തിലെ വ്യക്തികളുമായിരിക്കും വന്നു ചേരുക. നമ്മൾ എത്രത്തോളം ഫ്രഷ് ആവുന്നോ, പോസിറ്റീവ് ആകുന്നോ, നമ്മൾ എത്രത്തോളം ഒരു പൂർണ്ണതയോടുകൂടി എല്ലാത്തിനെയും, നമ്മളെ ചതിച്ചവരെയും ഉപദ്രവിച്ചവരെയും, നമ്മുടെ ജീവിതത്തിൽ പല മാർഗങ്ങളും അടച്ചു കളയാൻ മുൻകൈ എടുത്തവരെയും, നമ്മളെ അപവാദം പറഞ്ഞവരെയും, നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ വന്ന് നമ്മളെ സാമ്പത്തികപരമായിട്ടാണേലും ഇമോഷണലി ആണേലും ഒക്കെ ചതിച്ചവരോട് നമ്മൾ ഏത് നിമിഷം മുതൽ ക്ഷമിക്കുന്നുവോ അതിനുശേഷം നമ്മളിലേക്ക് ദൈവീകാംശം കടന്നു വരും. കൂടാതെ തന്നെ നമ്മളിലേക്ക് വരുന്ന ഓരോ വ്യക്തിബന്ധങ്ങളും അതിനോട് തുല്യമായതുമായിരിക്കും കേട്ടോ. അതുപോലെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ ഇമോഷൻസ്, നമ്മളെങ്ങനെയാണ് അവരുടെ തോട്ട്സ്, അവരുടെ ചിന്തകളെ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളെ, അവരുടെ സിറ്റുവേഷൻസിനെയൊക്കെ നമുക്ക് ക്ലിയറായിട്ട് എടുത്ത് നോക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. മൈൻഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിങ്സ് ആണ്. നമുക്കപ്പോൾ കിട്ടുന്ന എനർജി നിങ്ങൾ കണക്റ്റ് ചെയ്യാനും അതിൽ നിന്നും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഇൻഫർമേഷൻസ് നേടിയെടുക്കാനും ശ്രമിക്കുക. ഇന്നലത്തെ എനർജികൾ വീണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി ഉണ്ട്, ഒക്ടോബർ മാസത്തിൻ്റെ എനർജി അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു നൈറ്റ് തോട്ട്സ് എനർജിയിലേക്ക് നോക്കുമ്പം 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. അവരെടുത്ത തീരുമാനങ്ങളിൽ മിസ്റ്റേക്ക് സംഭവിച്ചോ, അവർക്കടെ മുമ്പിലുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടെടുത്ത തീരുമാനത്തിൽ തെറ്റുപറ്റിയോ എന്നുള്ള ഒരു ആശങ്ക അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരിലേക്ക് വലുതും ചെറുതുമാകുന്ന, അല്ലെങ്കിൽ നല്ലതും ചീത്തയുമാകുന്നതുമായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളിൽ ഒരാളായിരുന്നു, ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു നിങ്ങൾ.
അപ്പം അവരതിനകത്ത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയ വാല്യൂ, നിങ്ങളുമായിട്ടുണ്ടായ ബന്ധത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസൊക്കെ അവരിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് തെറ്റുപറ്റിയോ അവർ തെറ്റിദ്ധരിച്ചോ എന്നുള്ള ആ ഒരു ഇമോഷണൽ ലോസ് അവരെ വല്ലാതെ പിടികൂടുന്ന ഒരു നൈറ്റ് തോട്ട്സ് എനർജിയാണ് കാണുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഇവർ കണക്റ്റഡ് ആയിരുന്നു. ആ സമയത്ത് മറ്റാരൊക്കെയോ ഇവർക്ക് തെറ്റാകുന്ന എന്തൊക്കെയോ ഒരു ഇൻഫർമേഷൻസ്, ഒരു അൺഹെൽത്തി ഇൻഫർമേഷൻസുകൾ നിങ്ങളെ ബേസ് ചെയ്ത് നൽകിയിരുന്നതായിട്ടും അത് ശരിയായിരുന്നു, അതെ അവർ കേട്ടത് ഒരു വാല്യുബിൾ ആയ കാര്യമല്ലായിരുന്നു എന്നും, അപ്പം അവരെടുത്ത തീരുമാനങ്ങൾ ഒന്നിനെക്കുറിച്ചും പൂർണ്ണമായിട്ടും അന്വേഷിക്കാതെ മനസ്സിലാക്കാതെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെടുത്ത തീരുമാനം അത്ര ക്ലാരിറ്റി ഇല്ലാതെ പോയി, അതൊരു തെറ്റായ തീരുമാനമായി പോയിരുന്നു എന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിരുന്നു. നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുമ്പം ഒരുപാട് ഇമോഷണൽ ബാലൻസ് എനർജി ലഭിക്കുന്നുണ്ട്. വല്ലാതെ ഒരുപാട് രീതിയിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് നിങ്ങളോട് വലിയ ഒരു പ്രാധാന്യം, നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഒരു ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു പ്രാധാന്യം അർഹിക്കുന്ന മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഒരു പിടി മുന്നിൽ ഒരു വാല്യുബിൾ ആകുന്ന ബന്ധമായിരുന്നു അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസ് പുറമെ ചില വ്യക്തികളെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിരുന്നു. ആ കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് അവരെടുത്ത തീരുമാനങ്ങൾ കറക്റ്റ് അല്ലാതെ പോയി. ഒരു പക്ഷേ ഇത് ഒരു സോൾ കണക്ഷൻ, ഡിവൈൻ എനർജി ആയിരുന്നു, ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ബന്ധമായിരുന്നല്ലോ എന്നവരിപ്പം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന എനർജി ആയിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർ വല്ലാത്ത ഒരു സ്തംഭന അവസ്ഥയിലാണ് കേട്ടോ. അവർക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റാതെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കരിയർ പാതകളാവാം, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നേട്ടങ്ങൾ കൈവരിച്ച് കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാവർക്കും മുന്നിൽ ഒരു പിടി ഉയരത്തിലേക്ക് പോകണം, സ്ഥാനമാനങ്ങൾ, പേര്, പ്രശസ്തി, ഇതൊക്കെ വളരെയധികം ആഗ്രഹിച്ച് ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ നിങ്ങളെ കണക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി അവർക്കൊരു സ്തംഭന അവസ്ഥയാണ്. അതായത് അവർക്ക് മുന്നോട്ടേക്ക് പോകാമെങ്കിലും അവർക്ക് താല്പര്യമില്ലായ്മ പോലെ നിൽക്കുകയാണ്. കാരണം എല്ലാത്തിനോടും അവർക്ക് ഇപ്പോൾ ഒരു കറൻറ്റിലെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു. അവരേത് ഫീൽഡിലേക്കാണോ നിലനിൽക്കുന്നത് അവിടെയൊന്നും ഇപ്പോൾ അവർ ആക്റ്റീവ് അല്ല. വെറുതെ അവരിങ്ങനെ ആ ഒഴുക്കിനൊത്തു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അവരുടെ ലൈഫിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യാനോ ബ്ലെസ്സിങ്സുകളും വിജയവും നേടാനോ ഇപ്പോൾ ശ്രമിക്കാത്ത വിധം നിൽക്കുകയാണ്. കാരണം അവർ നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കിട്ടിയത് മാണിക്യമായിരുന്നു എന്നുള്ള വലിയ ഒരു സത്യം അവർ കറൻറ്റ്ലി തിരിച്ചറിയുന്നു. അവരത് നൈറ്റ് തോട്ട്സ് എനർജിയിൽ, അവർ രാത്രികളിൽ അവരുടെ ആ ഒരു ഒറ്റപ്പെട്ട സമയങ്ങളിലെല്ലാം അവരത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, നിരാശയാണ്. കാരണം അവരിലേക്ക് പല കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ പാഷൻ, അവരുടെ ലോകം അത് നിങ്ങൾ തന്നെ ആയിരുന്നു എന്നതാണ് അവരിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ഷൻ എടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരിപ്പം മടുപ്പോടുകൂടി, അതായത് ഒരു പറഞ്ഞില്ല ഹാങ്ക്ഡ്മാൻ്റെ എനർജിയാണ്, അവരൊരു സറണ്ടർ ചെയ്ത് സ്വയം തോറ്റു നിൽക്കുകയാണ്. അവർ സ്വപ്നം കണ്ടിരുന്ന അവരുടെ ഭൗതികമാകുന്ന പല കാര്യങ്ങളെ പോലും അവർ
എടുത്ത് ദൂരെ കളഞ്ഞതായിട്ട്, അവർക്ക് മടുപ്പായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരൊന്നിലധികം വിജയം നേടണമെന്നും മറ്റെല്ലാവരും അവരുടെ കീഴിൽ നിൽക്കുമെന്നുള്ള രീതിയിൽ അവരൊരു വളർച്ച അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ലഭിക്കാനും സെൽഫ് കോൺഫിഡൻസും ലൈഫിലൊരു പ്രോഗ്രസ്സും വലിയൊരു സക്സസ്സിലേക്ക് അവർ ഫോക്കസ് ചെയ്തിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഫോക്കസിങ് എനർജി എന്ന് പറയുന്നത് ഇപ്പം അവരെ സംബന്ധിച്ചൊരു ഡൗൺ ആയിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവർക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പും ഒരു എന്താ പറയുക, ഒരു താല്പര്യമില്ലായ്മയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരാശയാണ്. നിരാശ ബാധിച്ചാൽ തന്നെ, ഇമോഷണൽ നിരാശ ബാധിച്ചാൽ തന്നെ അവർക്കൊന്നും തന്നെ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. വളരെ നീതിപൂർവം കാര്യങ്ങളെ കാണേണ്ടതായിരുന്നു. കുറച്ച് വെല്ലുവിളികളെയെല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതായിരുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മാത്രം വാല്യൂ കൊടുക്കേണ്ടതായിരുന്നില്ല എന്നുള്ള ഒരു നിരാശ അവരെ വളരെയധികം പൊതിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കപ്പ് ഓഫ് ലവ് അവരിലേക്ക് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസുകൾ ചെല്ലുന്നുണ്ടെങ്കിലും അവരതിനെയെല്ലാം വളരെയധികം ശക്തമായിട്ട് റിജക്റ്റ് ചെയ്യുകയാണ്. അവർക്കൊന്നും തന്നെ വേണ്ട, അവരൊരു എലോൺ എനർജിയിൽ മുന്നോട്ടേക്ക് പൊയ്ക്കോളാം എന്നുള്ള ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവരിപ്പം കറൻറ്റ്ലി കടന്നു പോകുന്നത്. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ നല്ല സമയമാണ് കേട്ടോ. നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നു. നിങ്ങളെ സംബന്ധിച്ചൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അത് പോസിറ്റീവ് ആകുന്ന ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ഭാഗം വളരെ ക്ലിയറാണ്. ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ഒരു ഉയർച്ചയിലാണ്, അല്ലെങ്കിൽ മാറ്റത്തിലാണ്, നിങ്ങളൊരു പരിവർത്തനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയിലാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ വലിയ ശക്തമാകുന്ന ഒരു ബോണ്ടുള്ള ഒരു സോൾ എനർജി ഉണ്ടായിരുന്നതും അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുകയും എപ്പോഴും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന സമയത്ത് അവർ ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നിന്ന വ്യക്തികളായിരുന്നു കാണാം. ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി ഇച്ചിരി ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണേണ്ടതായിരുന്നു. കുറച്ചും കൂടി വിശ്വസ്തത നിങ്ങളിൽ പുലർത്തേണ്ടതായിരുന്നു. നിങ്ങളെ ഒന്ന് അറിയാനും മനസ്സിലാക്കാനും കേൾക്കാനും ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നിപ്പോൾ അവർ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളെ അവരൊരിക്കലും അറിയാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് കുറച്ചൊരു ഈഗോ എനർജി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ പലതും ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് വരാൻ നഷ്ടം, അവർക്കിപ്പോൾ സംഭവിക്കാൻ പോകുന്ന നഷ്ടത്തിൻ്റെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് അവരിപ്പം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. 5 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ തുടക്കം, ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്നത് തടസ്സങ്ങളായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് മറ്റുള്ളവർ ഇടപെടുമോ എന്നും കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്നുമൊക്കെ ശരിക്കും അവരുള്ളിൽ ഭയപ്പെടുന്നുണ്ട്. അവർക്കൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്നാലും അതിൻ്റെ ഉള്ളിൽ അവർക്കിടെ തോട്ട്സുകളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡായി ഒരു പുതിയ തുടക്കം ഉണ്ടായാൽ തന്നെ മറ്റുള്ളവർ അതിൽ ഇടപെട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അതായത് നിങ്ങൾ രണ്ട് വ്യക്തികൾക്ക് അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും മറ്റാരുടെയൊക്കെയോ പ്രസൻസ് എപ്പോഴും ഈ ഒരു ബന്ധത്തിൽ തടസ്സമായിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. അത് അവർ വളരെ ശക്തമായിട്ട് ഭയപ്പെടുകയും അതവർക്ക് വലിയൊരു ആൻസൈറ്റി ഫീലിങ്സ് വരുന്നുണ്ട്. അതായത് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന്. പക്ഷെ അതിലേക്ക് കടന്നു വരിക എന്നത് അസാധ്യമാണ്. കാരണം ശക്തമാകുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും നഷ്ടങ്ങളും അവർ നേരിടേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അവർ ഒരു കാലത്തിന് വിട്ടുകൊടുക്കുക, വിധിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. വളരെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഒരുപാട് ഹാപ്പിനെസ് നൽകുന്നുണ്ട്. പക്ഷേ ഇനി നിങ്ങൾക്ക് തമ്മിൽ ഒരു കൂടിച്ചേരുക എന്നത് അവർ വിധിക്ക് വിട്ടുകൊടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. അതിനകത്ത് ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിനകത്ത് അവരാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കതിൽ വലിയൊരു പശ്ചാത്താപമുണ്ട്. കാരണം അവരുടെ ഈഗോ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറാൻ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളെ അവർ വാച്ചിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട്.
നിങ്ങളുമായിട്ട് ആഗ്രഹിച്ചിരുന്ന, പറഞ്ഞിരുന്ന, ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും, ചിലർ സിംഗിൾ എനർജിയൊക്കെ ആണെങ്കിൽ ഒരു മാര്യേജിലേക്ക് എത്തിച്ചേരണമെന്നും, അല്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകുമ്പം ഫാമിലി എനർജി ആണെങ്കിലും മറ്റു ബന്ധങ്ങളാണെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് സ്വപ്നം കണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ അവർക്ക് വലിയൊരു ഹാപ്പിനെസ്സാണ്, ഹാപ്പി മൂമെൻറ്റ്സ് ആയിട്ട് തന്നെയാണ് അവർ ആ ഒരു സിറ്റുവേഷൻസുകളെ എടുക്കുന്നത്. പക്ഷേ ശക്തമാവുന്നൊരു ബൗണ്ടറി ഉണ്ട് ഈ ഒരു റിലേഷനിൽ. അതൊരു ചലഞ്ചിങ് ആണ്, വെല്ലുവിളി പോലെ തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളിൽ നിന്നും അവരൊരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചൊരു പ്രൊട്ടക്ഷൻ പോലെയാണ്. കാരണം അവർ മറ്റാരെങ്കിലും വാച്ചിങ് ചെയ്യുന്നുണ്ട്, അതവർ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുമുണ്ട് കേട്ടോ, അവർ വാച്ചിങ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അവർ മനസ്സിൽ വിചാരിച്ചതുപോലെ ഒരു സെൽഫ് ഡിസിപ്ലിനിലൂടെയൊക്കെയാണ് കറൻറ്റ്ലി അവർ കടന്നു പോകുന്നത്. പക്ഷെ അവർ ഫീലിംഗ് സ്റ്റക്കാണ്, അവർക്കൊരു നിരാശയാണ്, ഹാപ്പിനെസ് ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ. പക്ഷേ അവരൊരു എന്താ പറയുക, സെൽഫ് ഡിസിപ്ലിനോടുകൂടി, ഒരു കൺട്രോളിങ്ങിലോടുകൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവരുടെ ആഗ്രഹത്തെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ അവരുടെ ജീവിതത്തിലേക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വാല്യുബിളായ ഒന്നായിട്ട് തന്നെ കാണുന്നുമുണ്ട്. അത് വിട്ട് കളഞ്ഞിട്ടില്ല, അവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതും. പിന്നെ ഇമോഷണൽ ബൗണ്ടറി ഉണ്ട്, അതായത് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെയൊക്കെ അവർ മനസ്സിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു മെച്യൂരിറ്റി ഉള്ള പേഴ്സണായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ എനർജി. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജികൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരുമിച്ചൊരു യാത്ര, ഒരു ജീവിത സിറ്റുവേഷൻസ് നിങ്ങളോടൊപ്പം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അതിൻ്റേതാകുന്ന സമയമാകുമ്പം കണക്റ്റഡ് ആകട്ടെ. കാരണം അവർക്കതിനകത്തൊരു വിശ്വാസവുമുണ്ട് കേട്ടോ, നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ലൈഫ് ഈ ഒരു പേഴ്സണിന് ലഭിക്കുമെന്നുള്ളത് വളരെ ശക്തമായിട്ടും അവർ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു മനസ്സ് അവരുടെ ഉള്ളിലുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടുകയില്ല. മുന്നോട്ട് കുറച്ച് കഴിഞ്ഞാലും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ദൃഢമായിട്ട് തന്നെ അവർക്ക് ലഭിക്കുമെന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈ പോലെയാണ് കേട്ടോ അവർ കാണുന്നത്. നിങ്ങൾ സമൂഹം ഒരു എന്താ പറയുക, ഒരു 4 പേര് അറിയുന്ന, 4 പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രസൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് കൂടി അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും അവരുടെ ഉള്ളിൽ ഭയമുണ്ട്, ഒരു ബൗണ്ടറി നിങ്ങൾക്കിടയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണത ഫ്യൂച്ചർ എന്ന് തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു ലോകം നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ പാസ്റ്റിൽ കണ്ട സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ബർഡനാണ്, മനസ്സിന് പ്രശ്നങ്ങളാണ്, ഒന്നിലധികം പ്രോബ്ലംസുകൾ, ഒന്നിലധികം വ്യക്തികളുടെ ഫോക്കസിങ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം തന്നെ ഒരു ബർഡൻ എനർജിയിലാണ്. ആവശ്യമില്ലാത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ചിലപ്പോൾ ഫാമിലിയുടെയൊക്കെ പൂർണ്ണമായും ചുമതല ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ഹെൽത്ത് ആൻഡ് വെൽത്ത് സിറ്റുവേഷൻസിലൂടെ നോക്കി പോകേണ്ടി വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ബർഡനുണ്ട്. ജോബ് സംബന്ധമായിട്ടൊക്കെ നോക്കുമ്പോഴും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് സ്നേഹം, പ്രണയം, സ്നേഹിക്കപ്പെടണം, പ്രണയിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹങ്ങളെയൊക്കെ അവർ സ്വയം ഒന്ന് എന്താ പറയുക, സ്തംഭനാവസ്ഥയിൽ സ്വയം ഒന്ന് കടിഞ്ഞാണിട്ട് നിർത്തിയിരിക്കുന്ന പോലുള്ളൊരു എനർജി കൂടി കാണുന്നുണ്ട്. ഡിസിഷൻ എടുക്കാൻ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അവർക്ക് നല്ലൊരു തീരുമാനമെടുക്കാനുള്ള ഒരു മെൻ്റൽ പവർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ചിലരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട്, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്കൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് നിങ്ങളിൽ നിന്നും തേർഡ് സിറ്റുവേഷൻസിന് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എല്ലാ രീതികളിലുമെന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ഒരു സെൽഫിഷായ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാജിക്ക് സംഭവിക്കുമെന്നുള്ളൊരു വിശ്വാസം അവരെ വളരെ ശക്തമായിട്ട് കണക്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ തോട്ട്സിൽ, അവരുടെ ചിന്തകളിൽ അവരെപ്പോഴും മനസ്സിലാക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും, ഓക്കെ ആകുമെന്ന് തന്നെയാണ്. ചിലരെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ, എയർ ട്രാവലിങ്ങിൻ്റെ, വിദേശത്തൊക്കെ ചേഞ്ചിങ് ആയ സിറ്റുവേഷൻസ്. ഒരു പക്ഷേ നിങ്ങളോ അവരോ വിദേശത്തായിരിക്കാം, ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു ട്രാവലിങ്ങിലൂടെ നിങ്ങൾക്കൊരു കൂടിച്ചേരലിൻ്റെ ഒരു കണ്ടുമുട്ടലിൻ്റെ എനർജി കാണുന്നുണ്ട്.
പിന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട സ്വപ്നം വെറുതെ ആവില്ല എന്ന് തന്നെയാണ് അവരും ചിന്തിക്കുന്നത്. അതുപോലെ ഡിവൈൻ്റെ പ്രസൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരു മെച്യൂരിറ്റിയോട് കൂടി വളരെയധികം പോസിറ്റീവ് ആകുന്ന ഒരു ലോങ് ടൈം സക്സസ് എനർജി ഉണ്ട്. കാരണം നിങ്ങൾക്ക് തമ്മിലൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കറൻറ്റ്ലി കുറച്ച് ഒറ്റപ്പെടുകയും നിരാശ അനുഭവിക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു പൂർണ്ണതയില്ലായ്മ ഇമോഷണലി സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോയൊരു പാസ്റ്റ് എനർജി കാണുന്നുണ്ട് കേട്ടോ. തുറന്ന മനസ്സോടുകൂടിയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികപരമായിട്ട് ഷെയറിങ് ചെയ്തുമൊക്കെ കടന്നുപോയ നിമിഷങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കാത്തിരിപ്പിലാണ്, തിരിച്ചു വരുമെന്നുള്ളൊരു കാത്തിരിപ്പിലാണ്. അവരെ സംബന്ധിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ള ഒരു തോട്ട്സിലുമാണ് കേട്ടോ. രണ്ട് വ്യക്തികളുടെയും ചിന്തകൾ രണ്ട് ദിശയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരാൾ കാത്തിരിക്കുന്നുണ്ട് തിരിച്ചു വരുമെന്നുള്ളൊരു എനർജിയിൽ. മറ്റൊരാളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു പൂർണ്ണതയില്ലാതെ ഒരു പക്ഷേ മൂവ് ഓൺ ചെയ്തു എന്നുള്ളൊരു ചിന്ത കൂടി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഒരു പുതിയ തുടക്കം, അബണ്ടൻസ്, ഒരു റീയൂണിയൻ എനർജി, വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയും ഗുഡ് എനർജിയോട് കൂടിയൊക്കെ വളരെ നല്ലൊരു സെലിബ്രേഷൻ്റെ ഒരു പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ജസ്റ്റിസ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റിസ് തരേണ്ടി വരും. അവർ നിങ്ങൾക്ക് ജസ്റ്റിസ് തരിക എന്നതാണ് കാലത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു വിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് അതോറിറ്റികളില്ലാതെ, അതോറിറ്റി വെക്കാതുള്ള ഒരു സ്നേഹവും പ്രസൻസും ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുകൂടി നമുക്ക് എനർജിയിൽ കിട്ടിയിട്ടുണ്ട്.